ഹായ്, വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇന്ന് നമ്മൾ KCS റൂളിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇനി വരാൻ പോകുന്ന CSEBയുടെ എക്സാമുകൾക്കെല്ലാം ആക്ടിൻ്റെയും റൂളിൻ്റെയും അമെൻമെൻറ്റഡ് വേർഷനുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അമെൻമെൻറ്റ്സ് കൃത്യമായിട്ട് പഠിക്കുക. ഇത് KCS റൂളിൻ്റെ അമെൻമെൻറ്റിനെ പറ്റിയിട്ടുള്ള പാർട്ട് 5 വീഡിയോ ആണ്. ഇതിന് മുമ്പുള്ള പാർട്ട് 4 വീഡിയോയിൽ നമ്മൾ റൂള് 50A ട്രെയിനിങ് പ്രോഗ്രാം വരെയുള്ള അമെൻമെൻറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള അമെൻമെൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 50A കഴിഞ്ഞിട്ട് അടുത്ത അമെൻമെൻറ്റ് വന്നിരിക്കുന്നത് റൂള് 51A പ്രൊസീജിയർ ഫോർ ക്രിയേഷൻ ഓഫ് ഗഹാൻ. ഓക്കെ, അതിൽ ആദ്യത്തെ പറഞ്ഞിരിക്കുന്നതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ഡിക്ലറേഷൻ ഓഫ് ക്രിയേറ്റിംഗ് എ ഗഹാൻ ഷാൾ ബി ഇൻ ഫോം നമ്പർ 8A, അത് ഒരു മാറ്റം വന്നിട്ടില്ല. രണ്ടാമത്തേൽ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ഈ പ്രൊസീജിയർ ഓഫ് ക്രിയേഷൻ ഓഫ് ഗഹാൻ എന്ന് പറഞ്ഞതിൽ ടോട്ടലി കുറച്ച് ചേഞ്ചസേ വന്നിട്ടുള്ളൂ കേട്ടോ. വേറെ എല്ലാം പഴയ പോലെ തന്നെയാണ്. രണ്ടാമത്തേൽ മാറിയിരിക്കുന്നത് ഈ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ള വേർഡ് ഇവിടെ നിന്ന് എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് DCB ഇല്ലല്ലോ, അപ്പോൾ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഇല്ല. വേറെല്ലാം അതേപോലെ തന്നെയാണ്. The state cooperative bank, primary agricultural credit society or bank, and the primary housing cooperative society, urban cooperative banks or any primary cooperative society dealing with the credit activities shall maintain a register of such declaration in form number 8B in the case of immovable property and in form number 8C in the case of movable property. ഓക്കെ, ഒരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ഓർ ബാങ്ക് അല്ലെങ്കിൽ പ്രൈമറി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് അല്ലെങ്കിൽ ഒരു പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഡീലിംഗ് വിത്ത് ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ഡീൽ ചെയ്യുന്ന പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എല്ലാം എന്താണ്, ഇങ്ങനെയുള്ള ഡിക്ലറേഷൻ്റെ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ ഫോം നമ്പർ 8Bയിലും മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ ഫോം നമ്പർ 8Cയിലും മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇതിൽ മാറ്റം വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല, ഈ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ള വേർഡ് എടുത്ത് കളഞ്ഞു. അടുത്തത് മൂന്നാമത്തേലും ഈ മാറ്റം തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഗഹാൻ്റെ മൂന്നാമത്തെ പോയിന്റിലും അതിലും DCB ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ള വേർഡ് ഇതിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. വേറെ മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഒരു സെൻറ്റൻസും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ആ ഒരു മാറ്റം മാത്രമേ ഇതിലുള്ളൂ കേട്ടോ. എ കോപ്പി ഓഫ് ഡിക്ലറേഷൻ ഓർ ഇൻസ്ട്രുമെൻറ്റ് വെയർ ബൈ ദ ഗഹാൻ ഈസ് ക്രിയേറ്റഡ് ഓർ ദ മോർഗേജ് ഓഫ് ഹൈപ്പോത്തിക്കേഷൻ ഈസ് എക്സിക്യൂട്ടഡ് ഇൻ ഫേവർ ഓഫ് ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ഓർ ബാങ്ക് or the primary housing cooperative society, urban cooperative banks or any primary cooperative societies dealing with the credit activities shall be forwarded by the concerned bank or society either through a person or by registered post with acknowledgement due within a maximum period of 30 days from the date of its creation or execution to the registering officer within the local limits of whose jurisdiction the whole or any part of the property to which the gahan or mortgage or hypothecation or relates is situated. ഇതിനൊപ്പം ഒരു സെൻറ്റൻസും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ചാർജ് ഓഫ് ദ പ്രോപ്പർട്ടി ഷാൾ ബി വെസ്റ്റഡ് വിത്ത് ദ ബാങ്ക് ഓർ സൊസൈറ്റി കൺസേൺഡ് ആസ് പ്രൊവൈഡഡ് ഇൻ സെക്ഷൻ 35 ഓഫ് ദ ആക്ട്. ഇതാണ് ലാസ്റ്റ് ആ ഒരു പാരഗ്രാഫിൽ ആഡ് ചെയ്ത് വന്നിരിക്കുന്ന സെൻറ്റൻസ്. അപ്പോൾ ഇതും പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും ഇതിനും വന്നിട്ടില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ബാങ്കുകളെല്ലാം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും പ്രൈമറി അഗ്രികൾച്ചറൽ സൊസൈറ്റിയും അതുപോലുള്ള ബാങ്കുകൾ, അവർ സൊസൈറ്റികളും ബാങ്കുകളും എല്ലാം ഈ കോപ്പി ഓഫ് ഡിക്ലറേഷൻ, ഈ ഡിക്ലറേഷൻ്റെ കോപ്പി 30 ദിവസത്തിനുള്ളിൽ പേഴ്സണായിട്ടോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റായിട്ടോ രജിസ്റ്ററിങ് ഓഫീസർക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഈ രജിസ്റ്ററിങ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ആ ഗഹാനോ മോർഗേജോ അല്ലെങ്കിൽ ഹൈപ്പോത്തിക്കേഷനോ ഉള്ള ആ പ്രോപ്പർട്ടിയുടെ ചെയ്തിട്ടുള്ള ആ പ്രോപ്പർട്ടിയുടെ ജൂറിസ്ട്രിക്ഷനിൽ വരുന്ന രജിസ്റ്ററിങ് ഓഫീസറാണ് കേട്ടോ. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ എക്സ്ട്രാ നമ്മൾ നേരത്തെ ഉള്ള കാര്യം തന്നെയാണ്. പിന്നെ എക്സ്ട്രാ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഫസ്റ്റ് ചാർജ് ഓഫ് ദ പ്രോപ്പർട്ടി ഷാൾ ബി വെസ്റ്റഡ് വിത്ത് ബാങ്ക് ഓർ സൊസൈറ്റി കൺസേൺ ആസ് പ്രൊവൈഡഡ് ഇൻ സെക്ഷൻ 35 ഓഫ് ദ ആക്ട്. സെക്ഷൻ 35 എന്താ പറയുക, ഫസ്റ്റ് ചാർജ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പോൾ ഇതിലും പറയുന്നത് അത് തന്നെയാണ്. നമുക്ക് ആ പ്രോപ്പർട്ടിയുടെ ഫസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് ആ ബാങ്കിനോ അല്ലെങ്കിൽ ആ സൊസൈറ്റിക്കോ ആയിരിക്കും എന്നാണ് പറയുന്നത്. സെക്ഷൻ 35 പറഞ്ഞിരിക്കുന്ന പോലെ ഫസ്റ്റ് ചാർജ് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബാങ്കിനോ സൊസൈറ്റിക്കോ ആയിരിക്കും. അപ്പോൾ ഇതാണ് റൂള് 51A പ്രൊസീജിയർ ഫോർ ക്രിയേറ്റിംഗ് ഗഹാനിൽ വന്നിരിക്കുന്ന മാറ്റം. വലിയ മാറ്റങ്ങളൊന്നുമല്ല. ആദ്യത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ പോയിന്റുകളിൽ DCB എന്ന് പറയുന്ന വേർഡ്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്ന വേർഡ്
അതിൽ നിന്ന് മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ പോയിന്റിൽ അഡീഷനായിട്ട് ഈ ഒരു സെൻറ്റൻസും ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് റൂൾ 53 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. റൂൾ 53 സബ് റൂൾ 2 ക്ലോസ് എയിലാണ് മാറ്റം വന്നിരിക്കുന്നത്. അതിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാവിങ് എ നെറ്റ് പ്രോഫിറ്റ് ഷാൾ സെറ്റ് അപ്പാർട്ട് എ സം കാൽക്കുലേറ്റഡ് അറ്റ് 5% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ഫോർ കോൺട്രിബ്യൂഷൻ ടു ദ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് contemplated in clause B of subsection 1 of section 56 subject to a minimum of 2,000 and to maximum of 6,000 per annum എന്നായിരുന്നു. ഈ 6,000 ഇപ്പോഴില്ല, ഇത് മാറ്റിയിട്ട് അവിടെ എന്താക്കി 1 lakh per annum എന്നാക്കിയിട്ടുണ്ട് കേട്ടോ. 1 lakh per annum. അതായത് എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്നും 5% പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റിവെക്കണം. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിനെ പറ്റി പറയുന്ന സെക്ഷനാണിത്. സെക്ഷൻ 56 സബ്സെഷൻ 1 ക്ലോസ് ബിയിലാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 2,000, മാക്സിമം 60,000 ആയിരുന്നു. അത് മാറി 1,00,000 ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സൊസൈറ്റികളും നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് 5% കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റിവെക്കണം. മിനിമം 2,000, മാക്സിമം 1,00,000. അതാണ് മാറ്റം. അടുത്തത് റൂള് 53 സബ് റൂള് 3A മാറ്റം വന്നിരിക്കുന്നത്. അതിൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിനെ പറ്റിയിട്ടായിരുന്നു പറയുന്നത്. ഈ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് പറയുന്നത് 5% നെറ്റ് പ്രോഫിറ്റിൻ്റെ 5%. അതിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയാം, അതിൻ്റെ മാക്സിമം എമൗണ്ട് പറയുന്നുണ്ട്. നേരത്തെ നമുക്ക് അങ്ങനെ മാക്സിമം എമൗണ്ട് മിനിമം അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മാക്സിമം എത്ര വേണമെന്ന് പറയുന്നുണ്ട്. ആ ഒരു ഇത് ആഡ് ചെയ്ത് വന്നതാണ് ഇതിൽ വന്ന മാറ്റം. അത് 5% of the net profit subjected to a maximum of rupees 1 lakh shall be transferred to professional education fund maintained by the registrar of cooperative societies as per the scheme approved by the government. അതായത് നമ്മുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ 5% എന്താണ് മാക്സിമം 5% നമ്മൾ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റി വയ്ക്കണം. അതിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് 1 lakh ആണ്. അത് രജിസ്ട്രാർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിന് മാക്സിമം വന്നിട്ടുണ്ട്, അത് 1 lakh ആണ്. പിന്നെ അതുപോലെ നമ്മുടെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെ 60,000 എന്നുള്ളത് 1,00,000 രൂപയായിട്ട് മാറി. അതാണ് റൂൾ 53 വന്നിരിക്കുന്ന 2 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. അടുത്ത അമെൻമെൻറ്റ് റൂള് 54 വന്നിരിക്കുന്നത് മാനർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്. അതിൽ സബ് റൂള് 1 ടോട്ടലായിട്ട് അമെൻമെൻറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. പഴയ സബ് റൂൾ അല്ല ഇപ്പോൾ, ഇനിയിപ്പോൾ ഫുൾ ടോട്ടൽ മാറി വന്നിരിക്കുന്നതാണ് കേട്ടോ ഇത്. എ സൊസൈറ്റി മേ വിത്ത് ദ പ്രീവിയസ് സാങ്ഷൻ ഇൻ റൈറ്റിംഗ് ഓഫ് ദ രജിസ്ട്രാർ ഇൻവെസ്റ്റ് ദ ഹോൾ ഓർ എനി പോർഷൻ ഓഫ് ഇറ്റ്സ് ഫണ്ട് ഫോർ ദ പർച്ചേസ് ഓർ ലീസ് ഓഫ് ലാൻഡ് on acquisition, construction or renewal of any building that may be necessary to conduct its business from the net profit of the society as per the bylaws. ഇതിൽ ഒരു സൊസൈറ്റിക്ക് നമ്മുടെ പ്രോപ്പർട്ടീസ് വാങ്ങുന്നത് ഇപ്പോൾ പർച്ചേസ് അല്ലെങ്കിൽ ലീസ് ഓഫ് ലാൻഡ് ഓൺ അക്വിസിഷൻ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ റിന്യൂവൽ, ഇതിനെല്ലാത്തിനും ചിലവാക്കാവുന്ന ഫണ്ടിനെ പറ്റിയാണ് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഫണ്ട് എടുക്കുന്നത് അവർ നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഫണ്ടിൻ്റെ മുഴുവനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷനോ ഇതിനായിട്ട് ഉപയോഗിക്കാം. അത് സൊസൈറ്റിയുടെ ബിസിനസ് കണ്ടക്ട് ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഒരു കാര്യമായിരിക്കണം. നെസസറി ടു കണ്ടക്ട് ബിസിനസ് നടത്തുന്നതിന് നെസസറി ആയിട്ട് ഉള്ള ഒരു പ്രോപ്പർട്ടി അത് പർച്ചേസ് ചെയ്യാനായിട്ട്. ഇതിൽ പ്രീവിയസ് സാങ്ഷൻ ഇൻ റൈറ്റിംഗ് ഓഫ് ദ രജിസ്ട്രാർ അത് വേണം എന്നാണ് പറയുന്നത്. രജിസ്ട്രാറുടെ പ്രീവിയസ് സാങ്ഷൻ വേണം. അപ്പോൾ രജിസ്ട്രാറുടെ പ്രീവിയസ് സാങ്ഷനോട് കൂടി മാത്രമേ പ്രോഫിറ്റിൽ നിന്നും ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു നെറ്റ് പ്രോഫിറ്റിൽ നിന്നും ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫണ്ട് ഒരു ഇതിൻ്റെ പർച്ചേസോ അല്ലെങ്കിൽ ലാൻഡിൻ്റെ ലീസോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ റിന്യൂവൽ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ എ സൊസൈറ്റി ഷാൾ നോട്ട് ഇൻവെസ്റ്റ് നോട്ട് മോർ ദാൻ 5% ഓഫ് ഇറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു സൊസൈറ്റിയും അതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ 5% കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല. The amount of fund raised out of working capital so invested shall be recouped on such terms as may be determined in each case as per the direction of the registrar.
അതായത് ഇവർ ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് റേസ് ചെയ്യുന്ന എമൗണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് അവർക്ക് കിട്ടുന്ന ആ എമൗണ്ട് തിരിച്ചു പിടിക്കുന്നത് രജിസ്ട്രാറുടെ, തിരിച്ചു പിടിക്കുന്നതിനുള്ള കണ്ടീഷൻസ് എല്ലാം രജിസ്ട്രാർ ആയിരിക്കും, രജിസ്ട്രാറുടെ ഡിറക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും തിരിച്ചു പിടിക്കുന്നതിനുള്ള ടേംസും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് രജിസ്ട്രാറുടെ ഡയറക്ഷനിലൂടെയാണെന്നാണ് പറയുന്നത്. ദ രജിസ്ട്രാർ ഷാൾ ഗ്രാൻഡ് സച്ച് സാങ്ഷൻ ഫോർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട് after evaluating the financial condition of the society, necessity of such investment, feasibility of the project for which fund are invested. ഇനിയിപ്പോൾ രജിസ്ട്രാർ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് സാങ്ഷൻ കൊടുക്കണമെങ്കിൽ ആദ്യം രജിസ്ട്രാർ ആ സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് നോക്കും. പിന്നെ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യകത, നെസസിറ്റി എന്താണെന്ന് നോക്കും. പിന്നെ ആ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിൻ്റെ ഫീസിബിലിറ്റി, ഈ കാര്യങ്ങളെല്ലാം ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ രജിസ്ട്രാർ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് സാങ്ഷൻ കൊടുക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ റൂള് 54 സബ് റൂള് 1 ആണ്, ഫുള്ളായിട്ട് അമെൻമെൻറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് ഈ ലാൻഡ് പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ ലീസ് ചെയ്യാൻ, പിന്നെ അതുപോലെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ റിന്യൂവൽ ഓഫ് ബിൽഡിങ്ങിനുള്ള ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഫണ്ട് ഇങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ രജിസ്ട്രാറുടെ പ്രീവിയസ് സാങ്ഷൻ, ഇൻ റൈറ്റിങ്ങിലുള്ള പ്രീവിയസ് സാങ്ഷൻ ആവശ്യമുണ്ട്. പിന്നെ ഒരു സൊസൈറ്റിയും അതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ 5%-നേക്കാൾ കൂടുതൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല. പിന്നെ ഇങ്ങനെ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് ഫണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കുന്നതിനുള്ള ടേംസ് എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത് രജിസ്ട്രാറുടെ ഡയറക്ഷൻ വെച്ചിട്ടായിരിക്കും. രജിസ്ട്രാറാണ് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം, ഡയറക്ഷൻസ് എല്ലാം പറയുന്നത് രജിസ്ട്രാർ പറയുന്ന പോലെ ആയിരിക്കണം. പിന്നെ രജിസ്ട്രാർ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് സാങ്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ പൊസിഷനും പിന്നെ അതിൻ്റെ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യകതയും പിന്നെ ആ പ്രൊജക്റ്റിൻ്റെ ഫീസിബിലിറ്റിയും എല്ലാം ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ സാങ്ഷൻ കൊടുക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സബ് റൂള് 1 പറയുന്നത്, റൂൾ 54 സബ് റൂള് 1. പിന്നെ ഇതിൽ സബ് റൂള് 1 കഴിഞ്ഞിട്ട് 1A 1B അങ്ങനെ 2 സബ് റൂള് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് റൂള് 54 തന്നെ സബ് റൂള് 1A പുതിയതായിട്ട് ആഡ് ചെയ്ത് വന്നിരിക്കുന്ന റൂളാണ്. എ സൊസൈറ്റി ഷാൾ പബ്ലിഷ് എ നോട്ടീസ് ഷോയിങ് ഇറ്റ് ഇൻറ്റൻഷൻ ടു പർച്ചേസ് ദ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി with the details such as name of society, the locality in which it desire to purchase the movable property, and the extent of land in 2 vernacular diaries having wide circulation in the area of operation of the society. ഒരു സൊസൈറ്റി ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് പർച്ചേസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ഇവരൊരു നോട്ടീസ് ആ സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ പ്രചാരത്തിലുള്ള 2 വെർണാക്കുലർ ഡയറീസ് എന്ന് വെച്ചാൽ 2 പ്രചാരത്തിലുള്ള 2 ദിനപത്രങ്ങളിൽ പബ്ലിഷ് ചെയ്യണം, നോട്ടീസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ട് അതിൻ്റെ സൊസൈറ്റിയുടെ പേര്, അതുപോലെ തന്നെ അവരെവിടെ നിന്നാണ് ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നത്, ആ ലൊക്കാലിറ്റി ഏതാണ്, അതുപോലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് 2 വെർണാക്കുലർ ഡയറീസിൽ നോട്ടീസ് പബ്ലിഷ് ചെയ്യണം എന്നാണ് 1A പറയുന്നത്. ഓക്കെ, അടുത്തത് 1B ആണ്. ഇതും പുതിയതായിട്ട് വന്നതാണ്. റൂള് 54 സബ് റൂള് 1B പുതിയ റൂളാണ് കേട്ടോ. ഇതിൽ ദ വാലുവേഷൻ ഓഫ് ദ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഷാൾ ബി ഫിക്സ്ഡ് ബൈ എ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ രജിസ്ട്രാർ കൺസിസ്റ്റിംഗ് ഓഫ് ജോയിൻറ്റ് രജിസ്ട്രാർ ജനറൽ ഓർ ദ ഡിസ്ട്രിക്ട് ഓഫീസർ ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് or the district concerned, as the case may be, the joint director of cooperative audit of the district, the valuation officer of the primary cooperative agricultural and rural development bank in the area of operation of the society, a retired officer from the revenue department not below the rank of deputy tahsildar, and a retired officer from the registration department not below the rank of sub-registrar, considering the market value of immovable property. Okay, ഇതിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ ഫിക്സ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്, വാല്യൂ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രജിസ്ട്രാർ ഒരു കമ്മിറ്റിയെ നിയോഗിക്കും എന്നാണ് പറയുന്നത്, ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവർ ആ മാർക്കറ്റ് വാല്യൂ കൺസിഡർ ചെയ്തിട്ടാണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്മിറ്റിയിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഫിക്സ് ചെയ്യുന്നതിനുള്ള ഈ കമ്മിറ്റിയിൽ, രജിസ്ട്രാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടായിരിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജോയിൻറ്റ് രജിസ്ട്രാർ ജനറൽ,
അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആ കൺസേൺഡ് ഡിസ്ട്രിക്റ്റിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഡിസ്ട്രിക്ട് ഓഫീസർ. ഓക്കെ, ഇവരിൽ ആരെങ്കിലും ആസ് ദ കേസ് മേ ബി. പിന്നെ ജോയിൻറ്റ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഓഫ് ദ ഡിസ്ട്രിക്റ്റിലെ കോപ്പറേറ്റീവ് ഓഡിറ്റിലെ ജോയിൻറ്റ് ഡയറക്ടർ. പിന്നെ ആ സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനിലുള്ള ഇപ്പോൾ ഈ പറഞ്ഞ സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനിലെ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, നമ്മുടെ പീക്കാർഡ് ബാങ്കിലെ വാലുവേഷൻ ഓഫീസർ. പിന്നെ ഒരു റിട്ടയർഡ് ഓഫീസർ വേണം. അദ്ദേഹം എവിടെ നിന്നായിരിക്കണം? റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർഡ് ചെയ്തിരിക്കുന്ന ഒരു ഓഫീസറായിരിക്കും. അദ്ദേഹം നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി തഹസീൽദാറാണ്. ഡെപ്യൂട്ടി തഹസീൽദാറിനേക്കാളും താഴ്ന്ന റാങ്കിലുള്ള ആളായിരിക്കരുത്. നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി തഹസീൽദാർ. പിന്നെ വേറൊരു റിട്ടയർഡ് ഓഫീസറും കൂടെ വേണം എന്നാണ് പറയുന്നത്. അദ്ദേഹം എവിടെ നിന്നായിരിക്കണം? രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ആളായിരിക്കണം. അദ്ദേഹം നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സബ് രജിസ്ട്രാറുടെ തസ്തികയിൽ താഴെ അല്ലാതെയുള്ള ഒരാൾ, നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സബ് രജിസ്ട്രാർ. ഇത്രയും പേര് ചേർന്നതാണ് എന്താണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വാലുവേഷൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്ട്രാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇഫ് ദ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇൻക്ലൂഡ് ഇൻ എ ബിൽഡിംഗ്, എ റിട്ടയർഡ് ഓഫീസർ ഫ്രം ദ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാൾ ഓൾസോ ബി ഇൻക്ലൂഡഡ് ഇൻ ദ കമ്മിറ്റി ഫോർ ഫിക്സിംഗ് ദ വാല്യൂ ഓഫ് ബിൽഡിംഗ്. ഇപ്പോൾ ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നതിൽ ഒരു ബിൽഡിങ്ങിലാണ് ഉൾപ്പെടുന്നതെന്ന് വിചാരിക്കുക, ഒരു ബിൽഡിംഗ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ റിട്ടയർഡ് ഓഫീസർ ഒരാളും കൂടെ എക്സ്ട്രാ ഈ കമ്മിറ്റിയിൽ വരും. ഒരു റിട്ടയർഡ് ഓഫീസറും കൂടെ വരും. അദ്ദേഹം പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു റിട്ടയർഡ് ഓഫീസർ ആയിരിക്കണം. നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ആ ഒരു തസ്തികയിലുള്ള ഒരാളായിരിക്കണം. നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. അദ്ദേഹം കൂടെ ഈ കമ്മിറ്റിയിലേക്ക് ഇൻക്ലൂഡഡ് ആയിരിക്കും ഫോർ ഫിക്സിംഗ് ദ വാല്യൂ ഓഫ് ദ ബിൽഡിങ്ങിൻ്റെ വാല്യൂ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിൽഡിങ്ങും കൂടെ ഉൾപ്പെടുമ്പോൾ ഈ ഒരാളും കൂടെ എക്സ്ട്രാ കമ്മിറ്റിയിലേക്ക് വരും എന്നാണ് പറയുന്നത്. ഈ 1Bയിലും 2 പ്രൊവിഷൻസും കൂടെ വരുന്നുണ്ട്. ഓക്കെ, അതിലാദ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രൊവൈഡഡ് ദാറ്റ് വൈൽ ഫിക്സിംഗ് ദ വാല്യൂ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി the committee may consider the fair value fixed by government time to time or the valuation certificate issued by revenue authority concerned or the average value of the 3 registered sale document of land within the area within 3 year of time and within a radius of 3 kilometer from the property to be valued. അതായത് ഇപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഫിക്സ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേതെന്ന് പറയുന്നത് ഗവൺമെൻറ് സമയാസമയങ്ങളിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഫെയർ വാല്യൂ, അത് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ആ കൺസേൺഡ് ബന്ധപ്പെട്ട റവന്യൂ അതോറിറ്റിയുടെ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റിൽ റവന്യൂ അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്ന വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് അത് കൺസിഡർ ചെയ്യാം. അതല്ലെങ്കിൽ ഏതാണ് ഇപ്പം നമുക്ക് വാല്യൂ ചെയ്യേണ്ട ആ പ്രോപ്പർട്ടിയുടെ 3 കിലോമീറ്റർ റേഡിയസിൽ ആ 3 വർഷം വിത്തിൻ ആ 3 ഇയേഴ്സിൽ നടന്നിട്ടുള്ള 3 രജിസ്ട്രേഡ് സെയിൽ ലാൻഡിൻ്റെ 3 ലാൻഡുകളുടെ രജിസ്ട്രേഡ് സെയിൽ ഡോക്യുമെൻ്റ്, ലാൻഡുകളുടെ 3 രജിസ്ട്രേഡ് സെയിൽ ഡോക്യുമെൻ്റ്, അതിൻ്റെ ആവറേജ് വാല്യൂ. ഓക്കെ, ഇതിലേതെങ്കിലും കൺസിഡർ ചെയ്യാം എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തതിൽ പറയുന്നത് provided further that the committee may fix the value of the immovable property as per the market value arrived at by the committee if the value provided as per the above provision is not adequate with the existing market value of the area. അതായത് ഈ പ്രൊവിഷനിൽ പറഞ്ഞ പ്രകാരം നമ്മൾ വാല്യൂ തീരുമാനിക്കുമ്പോൾ അത് ഇപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയുടെ എക്സിസ്റ്റിംഗ് മാർക്കറ്റ് വാല്യൂ, ഓക്കെ, മുകളിൽ പറഞ്ഞ ഈ ഒരു പ്രൊവിഷൻ പ്രകാരം നമ്മൾ വാല്യൂ ഫിക്സ് ചെയ്യുമ്പോൾ അത് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂവിന് അഡാക്വേറ്റ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂവിന് മതിയായതല്ലെങ്കിൽ എന്താണ് കമ്മിറ്റിക്ക് ഫിക്സ് ചെയ്യാം എന്നാണ് പറയുന്നത്. ആ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചിട്ട് കമ്മിറ്റിക്ക് അതിൻ്റെ വാല്യൂ ഫിക്സ് ചെയ്യാം എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ സബ് റൂള് 1B, റൂള് 54 സബ് റൂള് 1Bയിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അതിൻ്റെ വാല്യുവേഷൻ എങ്ങനെ നടത്താം എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരു കമ്മിറ്റീനെ രജിസ്ട്രാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ജോയിൻറ്റ് രജിസ്ട്രാർ ജനറൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഓഫീസർ ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിസ്ട്രിക്ട് കൺസേൺഡ് ഉണ്ടായിരിക്കും.
അവർ രണ്ടുപേരിൽ ആരെങ്കിലും, പിന്നെ എന്താണ് ആ ഡിസ്ട്രിക്റ്റിലെ കോപ്പറേറ്റീവ് ഓഡിറ്റിലെ ജോയിൻറ്റ് ഡയറക്ടർ, പിന്നെ പീക്കാർഡ് ബാങ്കിലെ ആ സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനുള്ള പീക്കാർഡ് ബാങ്കിലെ വാലുവേഷൻ ഓഫീസർ, പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു റിട്ടയർഡ് ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി തഹസീൽദാരായിരിക്കും. പിന്നെ അതുപോലെ ഒരു റിട്ടയർഡ് ഓഫീസർ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുണ്ടായിരിക്കും. നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സബ് രജിസ്ട്രാർ ആയിരിക്കും അദ്ദേഹം. ഇവർ മാർക്കറ്റ് വാല്യൂ ഓഫ് പ്രോപ്പർട്ടിയുടെ മാർക്കറ്റ് വാല്യൂ കൺസിഡർ ചെയ്തിട്ട് വാല്യൂ ഫിക്സ് ചെയ്യുന്നു. പിന്നെ ഇപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഒരു റിട്ടയർഡ് ഓഫീസറും കൂടെ ഈ കമ്മിറ്റിയിലേക്ക് ആഡ് ചെയ്യും. അദ്ദേഹം പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തസ്തികയിലുള്ള ഒരാളായിരിക്കണം. അദ്ദേഹമാണ് ഈ ബിൽഡിങ്ങിൻ്റെ വാല്യൂ ഫിക്സ് ചെയ്യുന്നതിലേക്ക് അദ്ദേഹത്തിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ 2 പ്രൊവിഷൻ പറയുന്നതിൽ ആദ്യത്തേത് ഇങ്ങനെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ വാല്യൂ നോക്കുമ്പോൾ, വാല്യൂ ഫിക്സ് ചെയ്യുമ്പോൾ അവർ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അത് ഗവൺമെൻറ് ടൈം ടു ടൈമിൽ ഫിക്സ് ചെയ്യുന്ന ഫെയർ വാല്യൂ, അതല്ലെങ്കിൽ ആ കൺസേൺഡ് റവന്യൂ അതോറിറ്റിയുടെ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ്, അതും അല്ലെങ്കിൽ ആ വാല്യൂ ചെയ്യേണ്ട പ്രോപ്പർട്ടിയുടെ 3 കിലോമീറ്റർ ചുറ്റളവിൽ വിത്തിൻ 3 ഇയേഴ്സിൽ നടന്നിട്ടുള്ള 3 രജിസ്ട്രേഡ് സെയിൽ ഡോക്യുമെൻറ്റ്, ലാൻഡിൻ്റെ 3 രജിസ്ട്രേഡ് സെയിൽ ഡോക്യുമെൻറ്റിൻ്റെ ആവറേജ് വാല്യൂ, ഇതൊക്കെ കൺസിഡർ ചെയ്യാം. പിന്നെ ഇപ്പോൾ ഈ കമ്മിറ്റി വാല്യൂ ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അതിൽ മാർക്കറ്റ് വാല്യൂ അതിന് മതിയായതല്ല, ഇപ്പോഴുള്ള മാർക്കറ്റ് വാല്യൂ മതിയായതല്ലെങ്കിൽ, മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻ, ഈ ആദ്യമേ പറഞ്ഞ ഈ പ്രൊവിഷൻ വെച്ചിട്ട് നോക്കുമ്പോൾ ഇപ്പോഴുള്ള മാർക്കറ്റ് വാല്യൂ വെച്ച് നോക്കുമ്പോൾ അത് മതിയായതല്ലെങ്കിൽ കമ്മിറ്റിക്ക് ഫിക്സ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചിട്ട് കമ്മിറ്റിക്ക് എന്താണെന്ന് വെച്ചാൽ ആ ഒരു വാല്യുവേഷൻ കമ്മിറ്റിക്ക് ഫിക്സ് ചെയ്യാമെന്ന്. ഓക്കെ, അതാണ് 1B. പിന്നെ അടുത്തത് ഈ റൂള് 54 തന്നെ സബ് റൂള് 4 ആഡ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. 3 സബ് റൂൾസാണ് റൂള് 54 ഉണ്ടായിരുന്നത്. അതിൽ 4ാമത് ഒരു സബ് റൂള് പുതിയതായിട്ട് വന്നതാണ്. പുതിയ സബ് റൂളാണ്. രജിസ്ട്രാർ മേ ഇഷ്യൂ ഗൈഡ് ലൈൻസ് ഓൺ ദ എമൗണ്ട് ടു ബി സ്പെൻഡ് ബൈ ഈച്ച് ടൈപ്പ് ആൻഡ് ക്ലാസ് ഓഫ് സൊസൈറ്റി in every 3 years for the purchase of movable properties that may be necessary for the conduct of the business of the societies. അതായത് രജിസ്ട്രാർ 3 വർഷം കൂടുമ്പോൾ ഓരോ ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ സൊസൈറ്റിയും അതിൻ്റെ ക്ലാസ്സും ടൈപ്പും ഒക്കെ അനുസരിച്ചിട്ട് ഓരോ സൊസൈറ്റിയും ഒരു മൂവബിൾ പ്രോപ്പർട്ടി വാങ്ങുന്നതിന് എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യാം എന്നുള്ളതിനെ സംബന്ധിച്ച് ഓരോ 3 വർഷം കൂടുമ്പോഴും രജിസ്ട്രാർ ഗൈഡ് ലൈൻസ് പുറപ്പെടുവിക്കും. ഈ മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഒരു സൊസൈറ്റിയുടെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാനായിട്ട് നെസസിറ്റി ആയിട്ടുള്ള മൂവബിൾ പ്രോപ്പർട്ടീസിനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ 3 വർഷം കൂടുമ്പോൾ രജിസ്ട്രാർ ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യും. ഓരോ ക്ലാസ്സിലും ഓരോ ടൈപ്പിലുള്ള സൊസൈറ്റികൾ മൂവബിൾ പ്രോപ്പർട്ടീസ് പർച്ചേസ് ചെയ്യാൻ എത്രത്തോളം എമൗണ്ട് സ്പെൻഡ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടായിരിക്കും ആ ഗൈഡ് ലൈൻ. അടുത്തത് റൂള് 56A ആണ്, വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി. ഇത് പുതിയ റൂളാണ് കേട്ടോ, പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു റൂളാണ് 56A എന്ന് പറയുന്നത്, വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി. അതിൽ സബ് റൂള് 1 ദ വാല്യുവേഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ടു ബി പ്ലേസ്ഡ് ആസ് എ സെക്യൂരിറ്റി to a cooperative society for availing loan where the loan amount is up to rupees 10 lakh shall be valued by an officer or the officers in the supervisory cadre authorized by the committee. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ലോൺ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് സെക്യൂരിറ്റീസ് ആയിട്ട് വെക്കാറുണ്ട്. അതായത് ആളുകൾ ലോൺ എടുക്കുന്നതിനായിട്ട് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ലോൺ എടുക്കില്ലേ, അത് അങ്ങനെയുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ എന്ന് പറയുന്നത് ലോൺ എമൗണ്ട് 10 ലക്ഷം രൂപ വരെ ആണെങ്കിൽ, അപ് ടു 10 lakh 10 ലക്ഷം രൂപ വരെ ആണെങ്കിൽ അത് വാല്യൂ ചെയ്യുന്നത് കമ്മിറ്റി ഓതറൈസ് ചെയ്യുന്ന സൂപ്പർവൈസറി കേഡറിലുള്ള ഒരു ഓഫീസറോ അല്ലെങ്കിൽ ഓഫീസേഴ്സോ ആയിരിക്കും എന്നാണ് പറയുന്നത്. The authorized officer or officers shall submit a detailed valuation report considering the market value of the property and the maximum amount granted as loan shall not exceed more than 50% of such valuation. ആ ഓതറൈസ്ഡ് ഓഫീസർ അല്ലെങ്കിൽ ഓഫീസേഴ്സ് ഒരു ഡീറ്റെയിൽഡ് വാല്യുവേഷൻ റിപ്പോർട്ട്, ആ പ്രോപ്പർട്ടിയുടെ മാർക്കറ്റ് വാല്യൂ കൺസിഡർ ചെയ്തിട്ട് ഒരു ഡീറ്റെയിൽഡ് വാല്യുവേഷൻ റിപ്പോർട്ട് ഉണ്ടാക്കി അത് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ ഈ മാക്സിമം ഗ്രാൻഡ് ചെയ്യാവുന്ന ലോൺ എമൗണ്ട് എന്ന് പറയുന്നത്, മാക്സിമം എത്ര രൂപ വരെ ലോൺ കൊടുക്കാമെന്നുള്ളത്
എന്താണ് നോട്ട് എക്സീഡിങ് ദ 50% ഓഫ് സച്ച് വാല്യുവേഷൻ. ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂവിൻ്റെ 50% കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു വാല്യുവേഷൻ നടത്തിയതിൻ്റെ ആ വാല്യൂവിൻ്റെ 50% കൂടുതൽ ലോൺ കൊടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ 56A സബ് റൂൾ 1 പറയുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അതിൻ്റെ വാല്യുവേഷൻ ലോൺ എമൗണ്ട് അപ് ടു 10 lakh വരെ ആണെങ്കിൽ അത് കമ്മിറ്റി ഓതറൈസ് ചെയ്യുന്ന സൂപ്പർവൈസറി കേഡറിലുള്ള ഒരു ഓഫീസേഴ്സോ ആയിരിക്കും ചെയ്യുന്നത്. ഇവർ ആ കമ്മിറ്റിയുടെ ആ പ്രോപ്പർട്ടിയുടെ മാർക്കറ്റ് വാല്യൂ കൺസിഡർ ചെയ്തിട്ട് ഒരു ഡീറ്റെയിൽഡ് വാല്യുവേഷൻ റിപ്പോർട്ട് ഉണ്ടാക്കി അവർ സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ വാല്യുവേഷൻ നടത്തിയതിൻ്റെ ഈ വാല്യുവേഷൻ്റെ 50%-നേക്കാളും കൂടുതൽ ലോൺ എമൗണ്ട് ഗ്രാൻഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് സബ് റൂള് 2 ആണ്. ആ റൂള് 56A സബ് റൂള് 2. If the loan amount exceeds 10 lakh, it shall be done by a panel of 5 members which include 2 officers in the supervisory cadre of which one shall be chief executive of the society and 2 members of the committee nominated by the committee of the society and an independent valuer, a retired officer from the revenue department not below the rank of deputy tahsildar or a retired officer from the registration department not below the rank of sub-registrar for valuation of the land. അതായത് ലോൺ എമൗണ്ട് 10 lakhൽ കൂടുതലാണെങ്കിൽ അതിൻ്റെ വാല്യുവേഷന് വേണ്ടിയിട്ട് എന്താണ് ഒരു 5 പേരുള്ള ഒരു പാനലിനെ നിയോഗിക്കുമെന്നാണ് പറയുന്നത്. ഇതിൽ ആരൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 2 പേര്. ഓക്കെ, ഇതിലുണ്ടാവുന്ന 2 പേരെന്ന് പറയുന്നത് സൂപ്പർവൈസറി കേഡറിലുള്ള 2 ഓഫീസേഴ്സ് ആയിരിക്കും. ഓക്കെ, സൂപ്പർവൈസറി കേഡറിലുള്ള 2 ഓഫീസേഴ്സ്, അതിലൊരാൾ ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കും സൊസൈറ്റിയിൽ. ഓക്കെ, അപ്പോൾ 2 പേര് സൂപ്പർവൈസറി കേഡറിലുള്ള ഓഫീസേഴ്സ്, ഒരാൾ ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കും. പിന്നെ ബാക്കി 2 പേര് എന്ന് പറയുന്നത് കമ്മിറ്റി നോമിനേറ്റ് ചെയ്യുന്ന 2 പേരാണ്. ഓക്കെ, കമ്മിറ്റി നോമിനേറ്റ് ചെയ്യുന്ന 2 പേര്. ഈ പറയുന്ന വാല്യുവേഷൻ്റെ കമ്മിറ്റിയിലേക്ക് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നോമിനേറ്റ് ചെയ്യുന്ന 2 പേരാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത് ഒരു ഇൻഡിപെൻഡൻറ്റ് വാല്യൂവർ. ഈ ഇൻഡിപെൻഡൻറ്റ് വാല്യൂവർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു റിട്ടയേർഡ് ഓഫീസർ ആയിരിക്കാം. നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി തഹസീൽദാരേക്കാളും താഴെ ഇല്ലാതെയുള്ള റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു റിട്ടയേർഡ് ഓഫീസർ. അതുമല്ലെങ്കിൽ എന്താണ്, ഒരു റിട്ടയേർഡ് ഓഫീസർ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ റിട്ടയേർഡ് ഓഫീസർ, അദ്ദേഹം നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സബ് രജിസ്ട്രാർ ആയിരിക്കണം. ഇത്രയും പേരാണ് ആ ലാൻഡിൻ്റെ വാല്യുവേഷനുള്ള കമ്മിറ്റിയിൽ ഉണ്ടാവുന്നത്. ഓക്കെ, ഇങ്ങനെ 5 പേരുണ്ടായിരിക്കും. പിന്നെ ഇഫ് ദ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇൻക്ലൂഡ് എ ബിൽഡിംഗ്, retired officer from the public work department or the local self-government department not below the rank of assistant engineer shall also included in the committee for fixing the value of building. ഇപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മുടെ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിലെയോ അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലെയോ ഒരു റിട്ടയേർഡ് ഓഫീസറും കൂടെ ഇതിൽ ഉണ്ടായിരിക്കും. അദ്ദേഹം നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ വാല്യൂ ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരാളും കൂടെ ആ കമ്മിറ്റിയിലേക്ക് ഉണ്ടാവും. The committee shall submit a detailed valuation report considering the market value of the property and the maximum amount granted as loan shall not exceed more than 50% of such valuation. ഈ കമ്മിറ്റിയും ഇതുപോലെ മാർക്കറ്റ് വാല്യൂ എല്ലാം കൺസിഡർ ചെയ്തിട്ട് ഒരു ഡീറ്റെയിൽഡ് വാല്യുവേഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. അത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഈ മാക്സിമം ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് ആ വാല്യുവേഷൻ്റെ ഇവരൊരു വാല്യൂ ഫിക്സ് ചെയ്യും. ആ വാല്യൂവിൻ്റെ 50%-നേക്കാളും എബവ് ആവരുത് എന്നാണ് പറയുന്നത്. നോട്ട് എക്സീഡിങ് 50% ഓഫ് സച്ച് വാല്യുവേഷൻ. ഓക്കെ, അപ്പോൾ സബ് റൂൾ 2 പറയുന്നത്, സബ് റൂൾ 1 നമ്മൾ പറഞ്ഞത് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 10 lakh അപ് ടു 10 lakh വരെ ഉള്ളതിൻ്റെ കാര്യമാണ്. സബ് റൂൾ 2 പറയുന്നത് എക്സീഡ്സ് 10 lakh, ലോൺ എമൗണ്ട് 10 lakhൽ കൂടുതലാണെങ്കിലുള്ള കാര്യമാണ്. അങ്ങനെ വരാൻ നേരത്തെ ആ പ്രോപ്പർട്ടിയുടെ വാല്യുവേഷന് വേണ്ടിയിട്ട് ഒരു 5 അംഗ പാനലിനെയാണ് നിയോഗിക്കുന്നത്. അതിൽ സൂപ്പർവൈസറി കേഡറിലുള്ള 2 ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും. അതിലൊരാൾ സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ 2 പേര്. പിന്നെ കമ്മിറ്റി നോമിനേറ്റ് ചെയ്യുന്ന ഒരു 2 പേരുണ്ടായിരിക്കും. പിന്നെ 5ാമത്തെ ആളെന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് വാല്യൂവർ ആണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷനാണ് നമ്മൾ പറഞ്ഞത്. അദ്ദേഹം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർഡ് ചെയ്തൊരു ഓഫീസർ ആയിരിക്കാം. റിട്ടയർ ചെയ്തൊരു ഓഫീസർ ആയിരിക്കണം. പിന്നെന്താണ്, നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി തഹസീൽദാറിൽ ഉള്ള ഒരാളായിരിക്കണം. ഇനി അതും അല്ലെങ്കിൽ
റിട്ടയർഡ് ഓഫീസർ, രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു റിട്ടയർഡ് ഓഫീസർ ആയിരിക്കണം. അദ്ദേഹം നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സബ് രജിസ്ട്രാർ ആയിരിക്കണം. ഓക്കെ, അങ്ങനെ 5 പേരാണ് ഉള്ളത്. പിന്നെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ ഒരു ബിൽഡിംഗ് കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഒരാളും കൂടെ ഈ കമ്മിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെടും. അയാൾ ഒരു റിട്ടയർഡ് ഓഫീസർ ആയിരിക്കണം. പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിലെയോ അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലെയോ ആയിരിക്കണം. ആൻഡ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ. അസിസ്റ്റൻറ്റ് എഞ്ചിനീയറേക്കാളും താഴെ പോവാതെയുള്ള നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആയിരിക്കണം. ഇവർ ഇദ്ദേഹത്തിന് എന്താണ് ബിൽഡിങ്ങിൻ്റെ വാല്യൂ ഫിക്സ് ചെയ്യുന്ന കമ്മിറ്റിയിലേക്ക് ഈ ഒരാളും കൂടെ ആഡ് ചെയ്ത് വരും എന്നാണ് പറയുന്നത്. പിന്നെ ഇവരൊരു ഡീറ്റെയിൽഡ് വാല്യുവേഷൻ റിപ്പോർട്ട് ഉണ്ടാക്കി അത് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള വാല്യുവേഷൻ്റെ 50% കൂടുതൽ ലോൺ എമൗണ്ട് ഗ്രാൻറ്റ് ചെയ്യാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സബ് റൂള് 2 പറയുന്നത്. സബ് റൂള് 56A സബ് റൂള് 2 പറയുന്നത്. അപ്പോൾ റൂള് 56A ഈ 2 കാര്യങ്ങളുമാണ് പറയുന്നുള്ളൂ. സബ് റൂള് 1ഉം 2ഉം മാത്രമേ ഇതിലുള്ളൂ. പിന്നെ അടുത്തത് റൂള് 59 ഗ്രാറ്റുവിറ്റി. അതിലാണ് പിന്നെ അടുത്ത അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. ഇത് പുതിയതല്ല, നമുക്കറിയാം അമെൻമെൻറ്റഡ് ആണ് കേട്ടോ. ഇതിൽ ഗ്രാറ്റുവിറ്റിയിൽ പറയുന്നത്, ഗ്രാറ്റുവിറ്റിയിൽ 3ാമത്തെ പോയിന്റിലാണ് മാറ്റം വന്നിരിക്കുന്നത് കേട്ടോ. വേറെ എല്ലാം അതേപോലെ തന്നെയാണ്. 3ാമത്തെ കാര്യത്തിൽ ഒരു ചെറിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. വെൻ ആൻ എംപ്ലോയി ഹു ഹാസ് പുട്ട് ഇൻ അറ്റ്ലീസ്റ്റ് 5 years സാറ്റിസ്ഫാക്ടറി സർവീസ് ഈസ് റിട്ടയർഡ് വോളണ്ടറിലി. അതിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടി വന്നിട്ടുണ്ട്, ഓർ റിസൈൻഡ് എന്നുള്ളൊരു കാര്യം. വോളണ്ടറിലി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം ഓർ റിസൈൻഡ്. ഓക്കെ, അതാണ് ഇതിവിടെ പറഞ്ഞിരിക്കുന്നത്, ഓർ റിസൈൻഡ് from service, or if he is permanently disabled while in service, or if he is die while in service, the society shall pay to him or to his legal heirs, as the case may be, gratuity not exceeding half month's pay for every completed year of the service. Okay, അതായത് ഒരു എംപ്ലോയി 5 വർഷം ഒരു സാറ്റിസ്ഫാക്ടറി സർവീസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. 5 വർഷത്തെ സാറ്റിസ്ഫാക്ടറി സർവീസ് അയാൾക്കുണ്ട് എങ്കിൽ അദ്ദേഹം റിട്ടയർഡ് ആയാലോ അല്ലെങ്കിൽ എന്താണ് റിസൈൻ ചെയ്താലോ, ഈ ഒരു കാര്യമാണ് ഇപ്പോൾ എക്സ്ട്രാ വന്നിരിക്കുന്നത്. ഓർ റിസൈൻഡ് എന്നുള്ളൊരു കാര്യം. റിട്ടയർഡ് ആയാലോ, സർവീസിൽ നിന്നും ഫ്രം സർവീസ് വോളണ്ടറിലി റിട്ടയർഡ് ആയാലോ അല്ലെങ്കിൽ റിസൈൻ ചെയ്താലോ, പെർമനൻ്റ്ലി ഡിസേബിൾഡ് ആയി, അയാൾ സർവീസിലിരിക്കുമ്പോൾ പെർമനൻ്റ്ലി ഡിസേബിൾഡ് ആയി അല്ലെങ്കിൽ സർവീസിലിരിക്കുന്ന സമയത്ത് മരിച്ചിട്ടുണ്ട് എങ്കിൽ എന്താണ്, അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ ലീഗൽ ഹെയേഴ്സിനോ പേ ചെയ്യണം എന്നാണ് പറയുന്നത്. ഗ്രാറ്റുവിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അത് എങ്ങനെയായിരിക്കണം, ഒരു പൂർത്തീകരിച്ച് 1 വർഷത്തെ സർവീസിന് 1/2 മാസത്തെ ശമ്പളം. കംപ്ലീറ്റഡ് 1 year ഓഫ് സർവീസ്, പൂർത്തീകരിച്ച 1 വർഷത്തെ സർവീസിന് ഹാഫ് മന്ത്, അതായത് 1/2 മാസത്തെ ശമ്പളം എന്ന രീതിയിൽ എക്സീഡ് ചെയ്യാത്ത വിധം, നോട്ട് എക്സീഡിങ് ചെയ്യാത്ത വിധമായിരിക്കണം ഗ്രാറ്റുവിറ്റി നോട്ട് എക്സീഡിങ് ഹാഫ് മന്ത് പേ ഓഫ് എവറി കംപ്ലീറ്റഡ് ഇയർ ഓഫ് ദ സർവീസ്. ഓക്കെ, അപ്പോൾ റൂൾ 59 ഈ ചെറിയ മാറ്റം മാത്രമേ വന്നിട്ടുള്ളൂ. റിട്ടയർഡ് വോളണ്ടറിലി എന്നതിൻ്റെ ഒപ്പം ഒരു കണ്ടീഷനും കൂടെ വന്നിരിക്കുന്നു, ഓർ റിസൈൻഡ്. വോളണ്ടറിലി റിട്ടയർഡ് ചെയ്താലോ സർവീസിൽ നിന്ന് റിസൈൻ ചെയ്താലോ, പിന്നെ ബാക്കിയെല്ലാം പറഞ്ഞാൽ അതേപോലെ തന്നെ പെർമനൻ്റ്ലി ഡിസേബിൾ ആയിട്ടുണ്ടെങ്കിൽ സർവീസിലിരിക്കുമ്പോൾ, അതല്ലെങ്കിൽ സർവീസിലിരിക്കുമ്പോൾ മരിക്കുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതെല്ലാം അതേപോലെ തന്നെ. ഈ റിസൈൻഡ് എന്ന് പറഞ്ഞ കാര്യം എക്സ്ട്രാ വന്നു. ഓക്കെ, അപ്പോൾ റൂള് 59 വരെയുള്ള അമെൻമെൻറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ബാക്കി ഉള്ള അമെൻമെൻറ്റ്സ് എല്ലാം നമ്മൾ അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്